വെളിപാട് പുസ്തകം 5:8 വായിച്ചാൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗമിട്ട ബന്ധൂപകലശം കുഞ്ഞാടിന്റെ മുമ്പിൽ വെച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ പലതിൽ കാതലായിട്ടുള്ളത് യേശുക്രിസ്തു കർത്താവും രക്ഷിതാവുമായി ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ യേശുക്രിസ്തുവിന് വേണ്ടി, യേശുക്രിസ്തു സ്ഥാപിച്ച സഭയ്ക്ക് വേണ്ടി തങ്ങളുടെ ജീവനെ കൊടുക്കുവാൻ ഒരുങ്ങിയ വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്നു. യേശുക്രിസ്തുവിനെ മാറിക്കണ്ടുകൊണ്ടല്ല, മാറ്റി നിർത്തിക്കൊണ്ടല്ല, മറിച്ച് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ ചില്ലികളുമാകുന്നുവെന്ന ആ വേദപ്രമാണത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിനെ ആശ്രയിച്ചുകൊണ്ട് അവനിൽ നിന്ന് കണ്ണുപറിക്കാതെ അവിടെ തന്നെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നിന്നാണ് ഞാൻ ജീവിക്കുന്നതും ഇപ്പോൾ പറയുന്നതും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വിശുദ്ധന്മാരെ കൂടാതെ യേശുക്രിസ്തു ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല, പ്രസംഗിച്ചിട്ടില്ലല്ലോ. പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ വിശുദ്ധന്മാരുടെ പേരുകൾ എടുത്തു പറയുന്നത് ഓർക്കാം. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. 14-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യത്തിൽ തന്റെ വിശുദ്ധന്മാർക്ക് ചുറ്റും മാലാഖമാർ പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധന്മാർ യാത്ര ചെയ്യുന്നിടത്തും അവർ ഇരിക്കുന്നിടത്തും അവർ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നിടത്തും ധ്യാനിക്കാനിരിക്കുന്നിടത്തും എത്രയെത്ര പ്രാവശ്യം നിഴലുകൾ കാണപ്പെട്ടു. അത് നിഴലുകളായിരുന്നില്ല, മാലാഖമാരുടെ സമ്പർക്കമാണ്. തന്റെ വിശുദ്ധന്മാർക്ക് ചുറ്റും മാലാഖമാർ പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. തന്റെ വിശുദ്ധന്മാർ മുഖാന്തരം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ലോകത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ മധ്യസ്ഥത വലുതായി കാണുന്ന ദൈവം യെരൂശലേമിൽ നടക്കുവാനിരിക്കുന്ന കുരിശുമരണത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ശുദ്ധമുള്ള ലൂക്കോസ് 9:28 മുതൽ ജീവനോടെ എടുക്കപ്പെട്ട വിശുദ്ധനായ ഏലിയാവിനെയും അന്ന് ആ ദിവസത്തിന് 1327 ദിവസം മുമ്പ് അവിടുന്ന് 73 നാഴിക കിഴക്ക് മോവാബ് ദേശത്ത് നെബോ പർവ്വതത്തിന്റെ മുകളിൽ മരിച്ചടക്കപ്പെട്ടവനായ മോശയെ കർത്താവ് തന്റെ തിരുസന്നിധിയിലേക്ക് വിളിച്ചു. അതുകൊണ്ടാണ് ജീവനോടെ ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് എടുക്കപ്പെട്ട ഏലിയാവോടൊന്നിച്ച് ദൈവത്തിന്റെ തിരുസന്നിധിയിൽ കർത്താവിന്റെ തൃപ്പാദത്തെങ്കിലിരുന്ന് ആലോചനയ്ക്കായിട്ട് വിളിക്കപ്പെട്ടപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ഉയരത്തിൽ നിന്ന് വന്നു. ഒരു കാര്യം വളരെ വ്യക്തമാണ്, തന്റെ വിശുദ്ധന്മാരെ കർത്താവ് ആദരിക്കുന്നു. അവർ മുഖാന്തരം ലോകത്തിൽ അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. പക്ഷേ ഒരു കാര്യം ചേർത്ത് ഓർമ്മപ്പെടുത്തുന്നു, യേശുക്രിസ്തുവിനെ കൂടാതെ ആരെങ്കിലും വിശുദ്ധന്മാരിൽ കൂടെ കാര്യങ്ങൾ നേടുന്ന ഏതെങ്കിലും ചിന്ത ഉണ്ടാകരുതേ എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട്, എന്റെ കർത്താവും രക്ഷിതാവുമായ യേശുവേ, നിന്റെ വിശുദ്ധന്മാരുടെ സമ്പർക്കത്തോടുകൂടെ ഈ ലോകത്തിൽ നിന്നെ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ ഇടവരണമേ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.